ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഘടനവാദ സ്വഭാവം തമിഴ്നാട് വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അത് സത്യവുമാണ്. ഇപ്പോ സ്റ്റാലിനെതിരെ ഏറ്റവും അധികം ഇപ്പോഴത്തെ സ്റ്റാലിൻ സർക്കാരിനെതിരെ ഏറ്റവും അധികം ഭരണവിരുദ്ധ വികാരം അഥവാ ആന്റി ഇൻക്യുംബൻസി ഉള്ള ഒരു സമയമാണ് ഇപ്പോ എന്ന് നമുക്കറിയാം. പക്ഷേ സ്റ്റാലിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും സ്റ്റാലിൻ എന്താ ചെയ്യുക? സ്റ്റാലിൻ ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനായിട്ട് ഒരുപാട് വിഷയങ്ങൾ കണ്ടെത്തി അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് സ്റ്റാലിൻ നടത്തുന്നത്. അത് വിജയിക്കുന്നുണ്ട്. ആക്ച്വലി സ്റ്റാലിന് വയ്യ. സ്റ്റാലിന്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനാണ് അവിടെ ഭരണം നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ പളനിവേൽ ത്യാഗരാജൻ, ഇപ്പൊ ഇയാളുടെ ധനമന്ത്രി ഉണ്ടല്ലോ, ഇയാളുടെ ധനമന്ത്രി അവിടെ മദ്യത്തിന്റെ വകുപ്പിൽ ഇരുന്നപ്പോ 30,000 കോടി രൂപയുടെ അഴിമതിയാണ് അയാൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ സ്റ്റാലിനോട് വന്ന് ഈ കാര്യം പറഞ്ഞപ്പോ സ്റ്റാലിന്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇനി അഴിമതി ചെയ്യും, ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ IT ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല, ഫിനാൻസിൽ ഇരുന്നത് ഇയാൾ IT അല്ലേ, അതുകൊണ്ട് നിങ്ങൾ IT മാറിക്കോ എന്ന് പറഞ്ഞ് IT വകുപ്പിലോട്ട് ഇയാളെ എടുത്തു മാറ്റി. അപ്പൊ അങ്ങനെ അതിഭീകരമായിട്ടുള്ള ആന്റി ഇൻക്യുംബൻസി വരുമ്പോ ഇവർ ഈ എടുക്കുന്ന ഒരു അടവാണ് ഈ തമിഴ് തെരിയാതെ അല്ല ഹിന്ദി തെരിയാതെ പോണം അങ്ങനെയുള്ള ഒരു സംഭവം. 1965 71 ആ സംതിങ് ആ സമയത്ത് ഇതിന്റെ ഒരു പ്രക്ഷോഭം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം ഡിജിറ്റൽ യുഗമാണല്ലോ, സോഷ്യൽ മീഡിയ യുഗമാണ്. ഇപ്പൊ നമ്മുടെ ഫോണിൽ വരെ നമുക്ക് ഒരു ഭാഷാ ബാരിയർ ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട്, അവനാണെങ്കിൽ ഇംഗ്ലീഷിൽ പ്രാവീണ്യം കുറവാണ്. അപ്പൊ അവൻ എന്റെ അടുത്ത് വന്നിട്ട് ഇത് വായിച്ച് അർത്ഥം പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ അത് നേരെ എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്, അത് മലയാളത്തിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ലെവലിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പൊ സ്റ്റാലിൻ മറ്റേ ഗവർണറും രാഷ്ട്രപതിയും ഒപ്പിടാതെ ബില്ലുകൾ അവിടെ തമിഴ്നാട് പാസ്സാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് തമിഴ്നാടിന് ഈ സ്വയം ഭരണാവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തന്നെ അങ്ങ് പടച്ചു വിടുകയാണ്. ഞങ്ങൾക്കത് വേണം, ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് വലിയൊരു വിഘടനവാദ സ്വഭാവത്തിന്റെ അങ്ങേയറ്റമാണ്. ഇതിന്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് തമിഴ്നാടൻ വിജയിയാണ്. ഇപ്പൊ വിജയ്ക്കെതിരെ ഇന്നൊരു ഫത്വ ഒക്കെ വന്നിട്ടുണ്ട്. വിജയുടെ ചില സിനിമകളിൽ മുസ്ലിങ്ങളെ മോശമാക്കി കാണിക്കുന്നു എന്ന് പറഞ്ഞ ഫത്വ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിജയുടെ ഒരുപാട് ആർട്ടിക്കിൾ TVK തമിഴക വെട്ടിക്കഴകത്തെ കുറിച്ചുള്ള ഒരുപാട് ആർട്ടിക്കിളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് വിജയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളതാണ്. കാരണം ഈ വിജയ് എവിടെ നിന്നാലും വിജയെ തോൽപ്പിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അവിടെയുള്ള BJP-കാരും AADMKയും DMKയും സ്വാഭാവികമായിട്ട് തോൽക്കുന്നെങ്കിൽ തോറ്റോട്ടെ, വിജയ്ക്ക് എവിടെ നിന്നാലും ജയിക്കാനായിട്ട് പറ്റും. പക്ഷെ അയാളെയാണ് മെയിൻ ആയിട്ട് തോൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് അപ്പൊ TVKക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. പിന്നെയാണല്ലോ ഭരണം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോ നടക്കുന്നത്? അതിനിടയിൽ അണ്ണാമലൈ വിരമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അണ്ണാമലൈ വിരമിച്ചിട്ട് അവിടെ വേറൊരു BJP സംസ്ഥാന അധ്യക്ഷൻ വന്നു. AADMK ആയിട്ട് സഖ്യം ചേർന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൂടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി 2.5 മണിക്കൂർ സംസാരിക്കുന്നത്. 2.5 മണിക്കൂറൊക്കെ അമിത്ഷായ്ക്ക്, മോദിയുടെ കൂടെ പോലും ഇരുന്ന് അമിത്ഷാ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ 2.5 മണിക്കൂർ ഈ അമിത്ഷാ വന്നിട്ട് ഈ BL സന്തോഷും പിന്നെ മറ്റാൾക്കാരൊക്കെ ആയിട്ട് 2.5 മണിക്കൂർ അണ്ണാമലയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സൈഡിൽ വേറൊരു സ്റ്റോറിയോടെ ഓടുന്നുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയം ഇത് എങ്ങോട്ടാണ്? കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചിത്രം പാടെ മാറി മറിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ തന്നെ സ്റ്റാലിൻ മണത്തറിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഹിന്ദി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് രംഗത്തെത്തി. പക്ഷെ അത് പഴയതുപോലെ വിജയിച്ചില്ല. കാരണം അത് വിജയിക്കാത്തതിന് പ്രധാന കാരണം പഴയ തമിഴ്നാടല്ലേ ഇപ്പോഴത്തെ തമിഴ്നാട്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഈ CBSE സിലബസിലും ICC സിലബസിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവർ കൂടുതലും ഈ പുറം രാജ്യങ്ങളിൽ പോവുകയും അവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ കുട്ടികളോ ഇല്ലെങ്കിൽ പേരൻസോ ഒക്കെ ഉള്ളവരാണ്. അപ്പൊ ഒരു തലമുറ മാറി. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരുന്നു. കാരണം ഈ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് പേര് പുറത്തൊന്നും പോകാത്ത സാഹചര്യമുണ്ട്. ഇന്ന് അങ്ങനെയല്ല. എഡ്യൂക്കേഷൻ വന്നു കഴിയുമ്പോഴാണല്ലോ പല ഈ മുരട്ട് പ്രത്യയശാസ്ത്രങ്ങൾ തകരുന്നത്. അതാണ് CPM തകരാനുണ്ടായ പ്രധാന പ്രശ്നം. അതാണ്. കാരണം ഈ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ വിവരം വെക്കും ആൾക്കാർ. വിവരം വെച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള ഈ വരട്ട് തത്വവാദങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അപ്പം ആ ഹിന്ദി ചിറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്നവരുടെ മക്കളെല്ലാം ഹിന്ദി ഉള്ള സ്കൂളുകളാണ് പഠിക്കുന്നത്. അപ്പൊ അത് ചിറ്റിപ്പോയതിനു ശേഷം ഗവർണറുമായിട്ടുള്ള പോര്, ഇത് പലപ്പോഴും ഈ ഗവർണറും സ്റ്റാലിനും തമ്മിലുള്ള പോരിനെ ഈ മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാ പറയുന്നത്. കാരണം സ്റ്റാലിൻ എവിടെയൊക്കെ പെടുന്നതോ അപ്പോഴൊക്കെ ഗവർണറും ഈ സ്റ്റാലിന് ചുമ്മാതെ ഒരു വഴക്കം കൊണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. ജയ് ശ്രീരാം വിളിക്കുന്നു ഗവർണർ, ഉടനെ തന്നെ അതിനെതിരെ വരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു അപ്രതീക്ഷിത നീക്കം എന്ന് പറയാൻ കഴിയില്ല. കാരണം സ്റ്റാലിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ AADMK BJP തമ്മിൽ സഖ്യത്തിലേക്ക് പോകുന്നു. ഇതോടുകൂടി സ്റ്റാലിന് ഭ്രാന്തളകിയതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ AADMK BJP ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ
അവർക്ക് കുറഞ്ഞതൊരു 10-30 സീറ്റോളം ഈ ഈ സഖ്യത്തിന് ADMK BJP അവരുടെ കൂടെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ട്. അവരുടെ സഖ്യത്തിന് ഒരു പക്ഷെ ഇത്രയും സീറ്റ് അവർക്ക് നേടാൻ കഴിയുമായിരുന്നു. അതാണ് ഈ രണ്ട് പാർട്ടികൾ ഒന്നിക്കുന്നതിന്റെ ഒരു പ്രധാന ഗുണം. ഇവിടെ ഈ രണ്ട് പാർട്ടികൾ ഒന്നിച്ചപ്പോഴേക്കും തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും പഴയതുപോലെ DMK ADMK ഫൈറ്റിലേക്ക് പോകുന്നു. ഈ സമയത്താണ് ഇവിടെ വിജയുടെ ഒരു എൻട്രി വരുന്നത്. വിജയ് ആരുടെ വോട്ട് പിടിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം DMKയുടെ വോട്ട് തന്നെയാണ് പിടിക്കുന്നത്. കാരണം വിജയ് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയവും വിജയുടെ വോട്ട് ബാങ്കും DMKയുടെ വോട്ട് ബാങ്കിൽ തന്നെയാണ് കടക്കൽ കത്തിവെക്കുന്ന ഒരു സാധനം. ഇപ്പൊ കഴിഞ്ഞ തവണ ADMKയുടെ കൂടെ, അതായത് BJP ഒക്കെ വിട്ടതിന് ശേഷം ADMKയുടെ കൂടെ നമ്മുടെ SDPI ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നേരെ മറിച്ച് അങ്ങനെയല്ല. ഈ സ്റ്റാലിന്റെ പിന്നിൽ ക്രിസ്ത്യൻസിന്റെ ഒരു വിഭാഗവും, ക്രിസ്ത്യൻസിന്റെ ഒരു വിഭാഗമല്ല, ക്രിസ്ത്യൻസ് മുഴുവനായി തന്നെയും മുസ്ലിംസും മുഴുവനായി തന്നെയും സ്റ്റാലിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച എക്കാലം നമ്മൾ കണ്ടില്ല. ചെന്നൈയിൽ അടക്കം ഷെയർ വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടേക്കാണ് വിജയ് കടന്നു കയറുന്നത്. കാരണം വിജയ് ഓൾറെഡി ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഒപ്പം തന്നെ അദ്ദേഹം മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതാണ് സ്റ്റാലിന് കാര്യം മനസ്സിലായത്. കാരണം ഒന്ന്, വിജയ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇനി അത് മാറ്റാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ ക്രിസ്ത്യൻ വോട്ട് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ പിന്നെ അടുത്ത വോട്ട് ബാങ്ക് ഏതാ? DMKയുടെ മുസ്ലിം വോട്ട് ബാങ്കാണ്. അപ്പൊ അത് നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ നേരത്തെ തന്നെ തടയിട്ടേ മതിയാവും. ഇപ്പോൾ അതിന്റെ വീട് കിട്ടിയ അവസരമായിരുന്നു. ഈ വിജയ് മുസ്ലിങ്ങളുമായിട്ട് നേരത്തെ തന്നെ വിജയ്ക്ക് ചെറിയ ഉടക്കുണ്ട് വിജയുടെ സിനിമകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ കാരണം അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത്, തീവ്രവാദികളെ ചിത്രീകരിക്കുന്നത് എന്നൊരു വലിയ പരാതി മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ നോമ്പ് കാലത്ത് ഇഫ്താർ വിരുന്നൊരുക്കി. ഇഫ്താർ വിരുന്നൊരുക്കിയപ്പോ ഇത് കൂനുമ്മ കുരുവായി എന്ന് പറയുന്ന കാര്യം. കാരണം ഈ വിരുന്നിനകത്ത് മദ്യപാനികളും ചൂതാട്ടക്കാരെയൊക്കെ പങ്കെടുപ്പിച്ച് ഒരു ഫോട്ടോഷൂട്ട് നടത്തി. അന്ന് തന്നെ മതപണ്ഡിതന്മാർ ഇതിനെതിരായിരുന്നു. ഇപ്പം ഈ ഓൾ ഇന്ത്യ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഒരു ഫത്ത ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പേര് മൗലാന മുഫ്തി എന്നാണ്. മൗലാന മുഫ്തി ഒരു ഫത്ത ഇറക്കിയിട്ടുണ്ട്. ഈ ഫത്ത തമിഴ്നാട്ടിലെ സുന്നി വിഭാഗക്കാരുടെ അഭ്യർത്ഥന തുടർന്നാണ് ഈ ഫത്ത ഇറങ്ങിയതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. അതിനകത്ത് അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങൾ, ഈ ഫത്ത ഇറക്കാനുള്ള 3 കാരണങ്ങൾ. ആ ഫത്തയിൽ പറയുന്ന കാര്യം, മുസ്ലിങ്ങൾ വിജയെ ബഹിഷ്കരിക്കണം, അയാളെ നമ്പരുത്, വിശ്വസിക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ കത്തി, ബെസ്റ്റ എന്നൊക്കെ പറയുന്ന സിനിമയിലൂടെ മുസ്ലിങ്ങളെ അതിമോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് തീവ്രവാദികൾ. രണ്ടാമത് അവർ പറയുന്ന കാര്യം, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ പോയിട്ട് വൈ കാറ്റഗറി സുരക്ഷ വാങ്ങിയ ആളാണ് വിജയ് എന്നാണ് അവർ രണ്ടാമത് പറയുന്ന കാര്യം. മൂന്നാമത് അവർ പറയുന്ന കാര്യം, ഇഫ്താർ വിരുന്നൊരുക്കിയതിനകത്ത് നമ്മളെ അപമാനിച്ചു, മദ്യപാനികളും ചൂതാട്ടക്കാരും വന്ന് നിറഞ്ഞിട്ടൊരു ഇതായിരുന്നു, അത് നമ്മളെ അപമാനിച്ചു. അതുകൊണ്ട് വിജയുടെ പിന്നാലെ ആരും പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വിജയ് നോട്ടമിട്ട വോട്ട് ബാങ്കാണ് ഈ മുസ്ലിം വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള സ്റ്റാലിന്റെ നീക്കമായിട്ടാണ് ഇതിനെ തമിഴ്നാട് രാഷ്ട്രീയം വീക്ഷിക്കുന്നത്. കാരണം മറുഭാഗത്ത് അണ്ണാമല അവിടുന്ന് മാറിയതോടുകൂടി അവിടെ BJP ചെയ്തൊരു പുതിയ നീക്കം എന്നുള്ള നൈനാർ നാഗേന്ദ്രനെ കൊണ്ടുവന്നു. അതായത് തെക്കൻ തമിഴ്നാട്ടിലെ ശക്തമായ നേതാവാണ്. ഒപ്പം തന്നെ ഈ തേവർ വിഭാഗം എന്ന് പറയുമ്പോൾ തേവറിന്റെ ഉപജാതിയും കൂടി വരുമ്പോൾ ഏതാണ്ട് 12% വോട്ട് ഈ വിഭാഗത്തിനുണ്ട്. നിർണായക ശക്തികൾ തന്നെയാണ്. ഏതാണ്ട് 4-5 ജില്ലകളിൽ വലിയ പ്രാതിനിധ്യം തന്നെ ഇവർക്കുള്ളതാണ്. അപ്പൊ 5 ജില്ലകൾ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 10-40 സീറ്റ് വരും. അപ്പോ അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ഈ നൈനാർ നാഗേന്ദ്രൻ ഒരു റാലിയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് 4 സീറ്റ് ഉണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 40 നേടുമെന്ന്. ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന്റെ ലൊക്കാലിറ്റി കിടക്കുന്ന സീറ്റുകളുടെ എണ്ണം ആയിരിക്കണം അദ്ദേഹം പറഞ്ഞു തെക്കൻ തമിഴ്നാട്. പടിഞ്ഞാറൻ തമിഴ്നാട്ടിലേക്ക് കുങ്കനാടിന്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ എടപ്പാളി പളനിസ്വാമി BJP കൂടെ ഒന്നിക്കുമ്പോൾ അവിടെ ഒരു വലിയ അപ്രമാദത്തിൽ കിട്ടും. കാരണം DMKക്ക് അവിടെ ബാലികേറാമല ആയിരുന്നു. പക്ഷെ BJPയും ADMK തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതോടുകൂടിയാണ് അവിടെ DMKക്ക് ചില സീറ്റുകൾ കിട്ടാൻ സാഹചര്യം ഒരുങ്ങിയത്. ഇപ്പം അത് മാറിയിരിക്കുന്നു. വീണ്ടും പഴയതുപോലെ BJP DMK സഖ്യം ഒന്നിച്ചിരിക്കുന്നു. ഗവർണർ വിഭാഗത്തിന്റെ നേതാവായിട്ട് എടപ്പാടി പളനിസ്വാമി ഉയർന്നു വന്നിരിക്കുന്നു. കാരണം അണ്ണാമല ഉണ്ടായിരുന്നു. അണ്ണാമല ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ആ ഒരു സാഹചര്യം വരുമ്പോഴേക്ക് ഈ വിഭാഗത്തിന് മുന്നിൽ, അതായത് OBCയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP നീങ്ങുന്നത്. OBC എന്ന് പറഞ്ഞ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് 68% ഒരു വിഭാഗമാണ്. ആ 68% ബഹുഭൂരിപക്ഷത്തിലേക്ക് ADMK BJP കടന്നു കയറാൻ കഴിയുമോ എന്നൊരു ഭയം സ്റ്റാലിനുണ്ട്. അതിനെ തടയിടണമെങ്കിൽ ഈ സ്റ്റാലിന്റെ പിന്നിൽ ന്യൂനപക്ഷങ്ങൾ കട്ടക്ക് നിൽക്കണം. ക്രിസ്ത്യാനി നിൽക്കണം, മുസ്ലിമും നിൽക്കണം. വിജയ് വരുന്നതോടുകൂടി ഈ ക്രിസ്ത്യൻ വോട്ടിനകത്തൊരു സംശയം സ്റ്റാലിനുണ്ട്. കാരണം വിജയ് ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന, വിജയ് ജോസഫ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര് തന്നെ. അപ്പൊ ആ വോട്ടുകൾ അങ്ങോട്ട് പോകും. അതിനെ തടയിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം അതുകൊണ്ടാണ് അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുന്നതൊക്കെ. അപ്പൊ അതിനോടൊപ്പം തന്നെ ഹിന്ദു വോട്ടുകൾ പിടിക്കാനായിട്ട് വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിന് DMK ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഹിന്ദു മതത്തിനെ നിശിതമായി വിമർശിക്കുക,
സനാതന മതം എന്ന് പറയുന്ന വൈറസ് ആണെന്ന് വിമർശിക്കുക. മറുഭാഗത്ത് ഇപ്പൊ ഈ പള്ളിയിലും മറ്റുമൊക്കെ വേൽഡ് മുരുകനെ ഒരു സെമിനാറും മറ്റുമൊക്കെ നടത്തുകയുണ്ട്, മുരുകനെ അറിയുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗവും നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ പൊടിക്കൈ ഒന്നും ഇവിടെ നടപ്പാകത്തില്ല, കാരണം നിങ്ങൾ ഹിന്ദുക്കളെ പറയുകയും അതേ ആള് തന്നെ അടുത്ത വേദിയിൽ വന്നിട്ട് ഹിന്ദുക്കളെ പൊഴുത്തുകയും ചെയ്യുന്നു. അതൊക്കെ പഴയ രാഷ്ട്രീയമാണ്, അത് നടക്കത്തില്ല എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു വിഷയമില്ലാതെ സ്റ്റാലിൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ പിന്നെ അവസാനത്തെ ഒരു ബോംബുണ്ട്, തമിഴ്നാട്ടിൽ എല്ലാ കാലവും വിജയിപ്പിച്ചെടുത്ത ഒരു ബോംബുണ്ട്. അതാണ് ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഘടനവാദത്തിന് ഞങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു പദവി നൽകണമെന്ന്. പക്ഷെ അത് അദ്ദേഹം ഡയറക്റ്റ് അല്ല പറഞ്ഞത്, അത് ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് സർവകലാശാലകൾക്ക് സ്വയം ഭരണാധികാരം നൽകണം, ഞങ്ങൾക്ക് തീരുമാനിക്കാം സർവകലാശാലയിൽ എന്ത് പഠിപ്പിക്കണേ എന്നാണ് പറഞ്ഞത്. അതായത് നേരിട്ട് തമിഴ്നാട് വിഭജിക്കണമെന്നല്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. എന്താണ് ഡബിൾ ഗട്ട്സ് ആണ് സ്റ്റാലിന്, പിന്നെ സ്വതന്ത്രമായിട്ട് അദ്ദേഹം അങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരുന്ന സ്റ്റാലിന്റെ ഭരണം വീട്ടിൽ പോയാൽ അങ്ങനല്ല അദ്ദേഹം പറഞ്ഞത് ഈ സർവകലാശാലയ്ക്ക് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തിന്റെ നയങ്ങളും കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ട ഒരു സ്വയം ഭരണാധികാരം തരണം, അത് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നതാണ് എന്നാണ്, അതായത് UGC വേണമെന്നാണ് ഡൽഹി പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞത്. അത് ഈ പറയുന്നതിന്റെ ലക്ഷ്യം വേറൊന്നുമല്ല, ഇത് പറയുക, കാരണം ഇല്ലെങ്കിൽ മറ്റേത് പറയാൻ പറ്റത്തില്ല, കാരണം രാജ്യവിരുദ്ധമല്ലേ പറയുന്നത്. അപ്പം അത് പറയുന്നില്ല, പകരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് ഈ ചർച്ച കൊഴിപ്പിക്കുകയാണ്. സ്റ്റാലിൻ സ്വതന്ത്ര തമിഴ്നാടിന് വേണ്ടി വാദിക്കുന്നു എന്നൊരു അപ്പം ഇതേ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ട് സ്റ്റാലിൻ ഇറങ്ങുന്നു. സ്റ്റാലിൻ ശരിക്കും തമിഴ്നാട്ടിലെ രാഷ്ട്രീയം DMK ADMK എന്ന രീതിയിലേക്ക് മാറി. ഇവിടെ വിജയ് നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കണക്ക് ഒരു അക്കൗണ്ട് തുറക്കുക എന്ന നിലയിലേക്ക് ഇപ്പൊ മാറിയിരിക്കുന്നു. ഭരണം പിടിക്കുമെന്ന നിലയിലാണ് വിജയ് സ്റ്റാർട്ട് ചെയ്തത്. ഭരണം പിടിക്കും, ഭരണത്തിൽ നിർണായക റോൾ ഉണ്ടാകും, 266 അംഗ നിയമസഭയിൽ നിർണായക റോളിലേക്ക് വിജയുടെ ഈ പാർട്ടിയും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്, ഒരു സീറ്റ് കിട്ടുമെന്ന്, ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ്. ടാസ്ക് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രശാന്ത് ഉള്ളിടത്തോളം കാലം എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. പക്ഷെ പ്രശാന്ത് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അളിയൻ ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പുള്ളിയുടെ പാർട്ടി തന്നെ മത്സരിക്കുന്നുണ്ട്. എന്താ അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. പുള്ളിക്ക് ഈ അടുത്ത് സി വോട്ടർ നടത്തിയ ഒരു സർവേയില് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ലിസ്റ്റിൽ പുള്ളിയുടെ പേരും ജനങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ PR ഏജൻസിയുടെ ആളായതുകൊണ്ട്, സർവേ നടത്തുന്ന ഒരു PR ഏജൻസി ആയതുകൊണ്ട്, നാളെ ഗവർണറായില്ല രാഷ്ട്രപതിയായിട്ടൊക്കെ ജനം സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. സർവേ ആണല്ലോ, എല്ലാം സർവേ ആണല്ലോ. പിന്നെ സർവേ ഒക്കെ അപ്പൊ എന്ത് സർവേ വന്നില്ല. അപ്പൊ കൂടുതൽ ടൈം ബീഹാറിലേക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പം ഈ അദ്ദേഹം തമിഴ്നാട്ടിൽ വരാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പുതിയൊരു ഐഡിയ വിജയുടെ മുമ്പ് വെച്ചിട്ടുണ്ട്. വിജയിയെ ബീഹാറിലേക്ക് കൊണ്ടുവന്ന് അനവധി സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു. പക്ഷെ എന്തായാലും വിജയ് അതിൽ കൊത്തിയിട്ടില്ല. അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ സൗത്ത് ഇന്ത്യൻസും മറ്റും താമസിക്കുന്നത് വിജയെ കൊണ്ടുവന്നിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പബ്ലിസിറ്റി നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെയല്ല പറഞ്ഞത്, പാൻ ഇന്ത്യൻ പാർട്ടിയാക്കി വിജയുടെ പാർട്ടി മാറ്റും, വിജയുടെ പാർട്ടിയെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗപ്പെടുത്തുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും വിജയ് അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. കാരണം ഇപ്പൊ സിനിമയും പരാജയങ്ങളിലേക്ക് പടുവഴിയിലേക്ക് നീങ്ങുന്നു. അദ്ദേഹത്തിന് സിനിമകളും ചില പരാജയങ്ങളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എതിരെ ചില ആരോപണങ്ങളും വരുന്നുണ്ട്. അത് വ്യക്തിപരമായ ആരോപണമാണെങ്കിൽ പോലും സിനിമയിൽ തന്നെ ചില ആരോപണങ്ങൾ വരുന്നു. ഒരു നടിയുമായൊക്കെ ബന്ധപ്പെട്ട ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി വരുന്ന ഒരു സാഹചര്യം. ഏതായാലും അദ്ദേഹത്തിന് കഷ്ടകാലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു ഫൈറ്റില് വിജയുടെ റോൾ ഒന്നും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുടക്കിയ മുതൽ പോലും തിരിച്ചു കിട്ടത്തില്ല. കാരണം വലിയ പൈസ മുടക്കിയാണ് പാർട്ടി രൂപീകരിച്ചത്. കാരണം മറ്റവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ തുടങ്ങി കഴിഞ്ഞു. അത് ചെറിയ രീതിയിലല്ല, അണുബോംബും ആറ്റം ബോംബും ഒക്കെ ഇറക്കിക്കൊണ്ടാണ് സ്റ്റാലിൻ വരുന്നത്. DMK സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ലക്ഷം കോടി രൂപയുടെ ഫണ്ടിങ് ആണ് അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ADMK വെച്ച് നോക്കുകയാണെങ്കിൽ മുള്ളുമുരുക്ക് മൂർഖം പാമ്പ് തൊട്ട് കേന്ദ്രം ഭരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയുള്ള BJP വരെ പിടിച്ചുകൊണ്ടാണ് അവർ ഒരു സൈഡിൽ പാറ്റൺ ടാങ്ക് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ ഇടയിൽ വിജയ് ഞാൻ ഒന്ന് കയറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് രസികരെയും ഇയാളുടെ സിനിമ കണ്ടിട്ട് കുറച്ച് അട്രാക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തി. ഇയാൾക്ക് കിട്ടുന്ന ഇതുണ്ടല്ലോ മറ്റേ ഫീസ്, ഒരു പടത്തിന് 200 കോടിയാണ് ഇയാൾ വാങ്ങിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ 200 കോടി 200 കോടി ഇയാൾ മേടിക്കുന്നത് തന്നെ ഈ പൊളിറ്റിക്സിൽ മുടക്കാൻ. അപ്പുറത്തൊക്കെ ലക്ഷം കോടിയാണ് അവന്മാർ ഇടുന്നത്. അപ്പൊ 200 കോടി വാങ്ങിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ഒരു അൻപ് സാമ്രാജ്യം പടുത്തെടുക്കാനാണ് വിജയുടെ തീരുമാനം. പക്ഷെ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. റിയൽ ലൈഫിൽ നമുക്ക് എന്തും പറയാം. ഇപ്പൊ രാജ്യത്തെ വെട്ടുമുറിക്കണമെന്നോ പ്രധാനമന്ത്രി തെറി പറയുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ റിയൽ ലൈഫിൽ അത് പറ്റില്ലല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത്, അതിപ്പോ വിജയ് അല്ലേ അമിതാഭ് ബച്ചൻ എല്ലാവരും ശരി തന്നെയാണ്, എന്താവുമെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോ തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. അപ്പൊ വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് ADMKയും BJPയും
എന്ത് തന്ത്രങ്ങളാണ് മെനയുന്നത്, വിജയ് ഏത് റൂട്ടിലോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്കറിയാം. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.